ഹലോ ഡിയേഴ്സ്, എന്നീ തമ്പനയിൽ കാണുന്ന പോലെയുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലെ നെക്ക് ഡിസൈൻ നമ്മൾ പലപ്പോഴും നോർമൽ നെക്കിന് ചെയ്യാറുള്ളതാണ്. ബാക്കിലെ നെക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ളതാണ്. ബാക്കിലെ നെക്ക് ഒട്ടും തന്നെ കട്ട് ചെയ്തിട്ടില്ല, ഒട്ടും തന്നെ കട്ട് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. കോളർ വേണ്ട, അതേസമയം ഒരുപാട് നെക്ക് ഡീപ്പായിട്ട് വേണ്ട എന്നുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഫ്രണ്ടിലെ ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ഞാനൊരു സ്ക്വയർ പോലെ വരച്ചെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെയാണ് പണി തുടങ്ങിയത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുത്ത് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ നല്ലൊരു ലൈനിങ് മെറ്റീരിയലിലേക്ക് നമ്മൾ വെച്ച് അയൺ ചെയ്തെടുക്കുകയാണ്. ശേഷം അയൺ ചെയ്തെടുത്ത ആ മെറ്റീരിയലിനെ നമ്മളൊന്ന് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മളെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് അതേ രൂപത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ക്യാൻവാസിലേക്ക് വെച്ചു, അയൺ ചെയ്തെടുത്തു. ലൈനിങ്ങും ക്യാൻവാസും കൂടി അയൺ ചെയ്തെടുത്തു. ശേഷം നമുക്ക് എവിടേക്കാണോ വെച്ച് കൊടുക്കേണ്ടത് ആ ഒരു പോർഷനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കട്ടിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതായത് ഈ ടോപ്പിൻ്റെ കട്ടിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കോളർ കുർത്തിക്ക് എങ്ങനെ കട്ടിങ് കൊടുക്കും, ഷോൾഡറിൻ്റെ പോർഷൻ ഡൗൺ ചെയ്തിട്ടായിരിക്കുമല്ലോ കട്ടിങ് ചെയ്യുന്നത്, അതുപോലെയാണ് കേട്ടോ ഷോൾഡർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഡൗട്ട് വേണ്ടാന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിലെ നെക്കാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിലെ നെക്ക് കണ്ടോ, നമ്മൾ ഒട്ടും തന്നെ കട്ട് ചെയ്യാതെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ആ ഷോൾഡറിൻ്റെ പോർഷനിൽ കഴുത്ത് വരുന്ന ആ ഒരു ഭാഗം കണക്കാക്കി ഒരു പീസ് വെച്ച് കൊടുത്ത്, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസ് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇവിടം വരെ ഞാൻ വെറുതെ പറഞ്ഞു വിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഭാഗം ഡീറ്റെയിൽ ആയിട്ടല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്ന ഒരു പോർഷനാണ്, നെക്കിൻ്റെ പോർഷനാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. ഇപ്പോൾ ദാ ഈ പീസ് നമ്മളിങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ബാക്കിലെ പോർഷനിലേക്ക് നമ്മളൊന്ന് മറച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ആ ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നോക്കുന്നത്. ബാക്കിലെ പോർഷനിലേക്ക് ആ ഒരു പീസിനെ നമ്മൾ അങ്ങനെ തന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലേക്കല്ല, ബാക്കിലെ പോർഷനിലേക്ക് അങ്ങനെ തന്നെ മറച്ച് വെച്ച് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്ത ആ ഒരു പീസ് കഴുത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കഴുത്തിൻ്റെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഒരുപാട് പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. ആ 1/2 ഇഞ്ചിൽ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഗ്യാപ്പ് വരുന്നത് അങ്ങോട്ടേക്ക് മറച്ചടിച്ചതോടുകൂടി ആ സ്റ്റിച്ചിങ് അവിടെ തീർന്നിരിക്കുകയാണ്. ബാക്കിലെ കഴുത്തിൻ്റെ പണി അവിടെ തീർന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ബാക്കിലെ നെക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന്? വൈറ്റ് സ്റ്റിച്ചിങ് ആണ്, വൈറ്റ് നൂലിട്ടിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു അബദ്ധത്തിൽ പറ്റിയതായിരുന്നു വൈറ്റ് ത്രെഡ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇത് ശരിക്കും ഉപകാരപ്പെട്ടുമല്ലോ എന്ന്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റിച്ച് എവിടെയാണ് വന്നിരിക്കുന്നത്, എത്ര ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ അവിടെ അങ്ങനെ അടിച്ചു പോയപ്പോഴത്തേനും ചെറിയൊരു ഷേക്കിങ് വന്നിട്ട് സ്റ്റിച്ചിങ്ങിന് കയറി ഇറങ്ങി പോയ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വൈറ്റ് നൂൽ അങ്ങോട്ട് അഴിച്ച് കളഞ്ഞിട്ട് നല്ല സെയിം കളറ് ത്രെഡ് ഇട്ട് അടിച്ചെടുത്തിട്ടോ. സ്ലീവിന് നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, താഴെ ആ ഒരു ബാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ അങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെ നമ്മൾ കൈയിൻ്റെ പോർഷനിലേക്കും കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. ഈ ഒരു മോഡലാണ് നമുക്ക് ടോപ്പ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നമ്മൾ എന്താണ് അവിടെ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്നുള്ളത് എനിക്കും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇങ്ങനെ ബാക്ക് നെക്ക് വരുന്നത്. ഇത് ഞാൻ പലർക്കും ചെയ്ത് കൊടുത്തിട്ടും അവരും പേഴ്സണലി എന്നെ അറിയിച്ചൊരു കാര്യമാണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കോളർ ഇല്ലാതെ തന്നെ നമുക്ക് ഷോൾ യൂസ് ചെയ്യാതെ ഇട്ടുകൊണ്ട്
പോവാൻ പറ്റിയ ഒരു മോഡലാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ടിൽ നെക്ക് ഡിസൈൻ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് വരുത്തുകയും ചെയ്യാം. ബാക്കിൽ നെക്ക് നമുക്ക് കോളർ ഇല്ലാതെ തന്നെ കവറിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടുവല്ലോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കുക. അതുപോലെ തന്നെ ആവശ്യക്കാർ എന്ന് തോന്നുന്നവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.